രാഹുൽ ഈശ്വറിന്റെ പ്രശ്നം എന്ന് പറയുന്നത് എല്ലായിടത്തും കിടന്ന് ബഹളം വെക്കുന്നു. എന്ത് ചർച്ചയിലും എല്ലാവരും നിൽക്കുന്ന പക്ഷത്തിന് നേരെ എതിർപക്ഷത്ത് നിൽക്കുന്നു. ഏതെങ്കിലും ഇരയ്ക്കൊക്കെ വേണ്ടിയിട്ട് എല്ലാവരും നിലകൊള്ളുമ്പോൾ പ്രതിക്ക് വേണ്ടി നിലകൊള്ളുന്നു. രാഹുൽ ഈശ്വറിന്റെ സ്വഭാവത്തിൽ ഇത്തരം വൈകല്യം ഉണ്ടോ? അപ്പോൾ അതിനകത്ത് പറയുവാണെങ്കിൽ ഇപ്പൊ അവസാനം പറഞ്ഞു എനിക്കും കൂടെ വൈകല്യം ഉണ്ടോ ചോദിക്കരുത്. അല്ല, എല്ലാ മനുഷ്യർക്കും സാറ് പറഞ്ഞതനുസരിച്ച് ചെറിയ പ്രശ്നം ഉണ്ട്. അപ്പം ഇദ്ദേഹത്തിൻ്റെ അത് പറയുവാണെങ്കിൽ വലിയ ദോഷമില്ലാത്ത അയാളൊരു ഇന്നസെൻ്റാണ്. ഈ രാഹുൽ ഈശ്വർ അയാളൊരു ഇന്നസെൻ്റ് ആണ്. നല്ല പഠിക്കുന്നത്, നല്ല വിവരമുള്ളതും കാര്യപ്രാപ്തിയുള്ള ആളാണ്. ഇയാൾ ഈ കാര്യപ്രാപ്തിയൊക്കെ കൈവരിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ പേഴ്സണാലിറ്റിയിൽ അതും ഞാൻ ആകാം എന്നാണ് പറയുന്നത്. മേ ബി ഒരു ഹിസ്ട്രിയോണിക് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്നും പറഞ്ഞൊരു സംഭവമുണ്ട്. നമ്മൾ ക്ലാസ് എടുക്കുമ്പോഴൊക്കെയാണ് ഈ ക്ലാസ്സിൽ ഇവരൊക്കെ ഇങ്ങനെ ഉണ്ടെങ്കിൽ അവർ ഒന്നിക്ക് കയറി സംശയം ചോദിക്കും. നമ്മളൊരു തിയറി പറഞ്ഞ് ചിലപ്പോൾ അവർ സാറേ അതല്ല ഇതാണെന്ന് പറയും. പിന്നെ അവർ ആസ്ഥാനത്ത് കയറിയിട്ട് പറയും. ഒരാളെ കൊണ്ട് സംസാരിക്കാൻ സമ്മതിക്കത്തില്ല. മുഴുവൻ അട്രാക്ഷനും അവർക്ക് വേണം. എല്ലാവരും ശ്രദ്ധ ആകർഷിക്കില്ല. ഒരു 8 വയസ്സുള്ള കുട്ടിയുടെ അവസ്ഥയിലേക്ക് അട്രാക്ഷൻ മുഴുവൻ എന്നിലേക്ക് 2 വയസ്സുള്ള കുട്ടി അമ്മയുടെ ഫോൺ പിടിച്ച് വാങ്ങിക്കുന്നത്. അപ്പോൾ അവർക്ക് എപ്പോഴും ഹോളിസ്റ്റിക് ആയിട്ടുള്ള അറ്റൻഷൻ അവരിലേക്ക് വേണം. പക്ഷെ ഒരു ശരിക്കും പറഞ്ഞാൽ അവരത് അത് വളരെ മൈന്യൂട്ട് പെർസെൻറ്റേജാണ്. മറ്റേത് കുറച്ചുകൂടെ 4 മുതൽ 6% വരെയുണ്ട്. ഇത് നമുക്ക് മാക്സിമം വന്ന 1% വരെ. ഇത് പക്ഷെ നിരുപദ്രവകരമാണ്, പക്ഷെ എന്നാൽ വലിയ പ്രശ്നമാണ്. അല്ല, അപ്പോൾ എനിക്കത് കുറച്ചുകൂടെ ഇതായതേ അയാളെ കോടതിയിൽ കയറിയിട്ട് കോടതിയിലെ നിയമം അനുസരിച്ച് നമ്മളൊരു അഡ്വക്കേറ്റിന് വക്കാലത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരക്ഷരം മിണ്ടാൻ പറ്റത്തില്ല. കോടതി ചോദിക്കുമ്പോൾ മാത്രമേ നമ്മൾ സംസാരിക്കാവുള്ളൂ. കോടതിയുടെ ബിസിനസ്സിനകത്ത് കയറി ചെയ്യാൻ പാടില്ല ബേസിക്കായിട്ട്. അപ്പോൾ ഇദ്ദേഹം കുറച്ച് നിയമം പഠിച്ച ആളുമാണ്. പക്ഷെ അവിടെ എന്ന് വെച്ചാൽ അവിടെ വന്ന പുള്ളി ഈ ഹിസ്ട്രിയോണിക് പേഴ്സണാലിറ്റി ഡിസോർഡറിൻ്റെ ഒരു ഭാഗം കണ്ടത് പുള്ളിക്ക് അവിടെ പറയാൻ അവസരം ഇല്ലാതെ വന്നപ്പോഴത്തേക്ക് യുവർ ഓണർ ഈ ഒഫൻസ് ചെയ്യുന്നവർക്ക് എപ്പോൾ എല്ലാവർക്കും പണിഷ്മെൻറ്റ് എല്ലാവർക്കും ബെയിൽ കൊടുക്കൂലേ, പിന്നെ എനിക്ക് മാത്രമായിട്ട് എന്താണ് ഈ ഒരു സംഭവം വീണ്ടും വന്നപ്പോഴത്തേക്ക് ഇത് വീണ്ടും കോടതിയോട് എന്താ പുള്ളി പറയാനായിട്ട് ശ്രമിച്ചു. അതും കൂടാതെ പുള്ളിയുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു കാര്യം ഞാൻ അറിഞ്ഞത് ശരിയാണെങ്കിൽ പുള്ളി ആ മജിസ്ട്രേറ്റ് കോർട്ടിൽ നല്ല കോമ്പിറ്റൻ്റ് ആയിട്ടുള്ള ബ്രില്യൻ്റ് ആയിട്ടുള്ള ലോയർ വാദിച്ചെടുത്തിരിക്കുക. ആ സമയത്ത് പുള്ളി വേറൊരു വക്കീലിനെ വെച്ചിട്ട് ജില്ലാ കോടതിയിൽ ഒരു സംഭവം കൊടുത്തു. അതായത് രണ്ടാമത് ഒരു ജാമ്യ ഹർജിയും കൂടെ. അതെ, അതൊക്കെ ലോയുടെ ബേസിക്കാണ്. അപ്പം ശരിക്കും പറഞ്ഞാൽ അങ്ങനെ വരുന്നത് ഈ ഹിസ്ട്രിയോണിക് പേഴ്സണാലിറ്റി ഡിസോർഡറിൻ്റെ ഒരു ഇമ്പൾസസ് ആകാം. അപ്പം മറ്റേ ലോയർ അറിയാതെ ആയിരിക്കുമോ നീക്കം നടത്തിയത്? അതെ, അതങ്ങനെ ചെയ്യാൻ പാടില്ല. ആ ഒരു കാര്യം കൊണ്ട് അതിൻ്റെ തീർപ്പ് കൽപ്പിച്ചെങ്കിലേ ഇദ്ദേഹത്തിന് പുറത്തിറങ്ങാൻ പറ്റുള്ളൂ. ടെക്നിക്കലി ഉള്ള ഇഷ്യൂ ആണ്. അതില്ലാന്നുണ്ടെങ്കിൽ പുള്ളി നേരത്തെ പോകണ്ട. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.